ഹായ് ഹലോ ഇന്നൊരു പൊതിച്ചോറ് വീഡിയോ ആണ്. അപ്പോൾ ഈ പൊതിച്ചോറ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പൊതിച്ചോറാണ്. ബിക്കോസ് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ആൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതിൽ നിറയെ കറികൾ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിറയെ സ്നേഹമായിട്ട് ഉണ്ടാക്കുന്നൊരു പൊതിച്ചോറാണ് ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ശ്രീയേട്ടന് വേണ്ടിയാണ് ഈ പൊതിച്ചോറ് കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന ശേഷം പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊതി പറഞ്ഞപ്പോൾ ഞാനൊരു പൊതിച്ചോറ് അങ്ങ് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ഇന്നിവിടെ എല്ലാവർക്കും പൊതിച്ചോറായിരുന്നു. കറികളായിട്ട് തോരൻ, മെഴുക്കുവരട്ടി, മാങ്ങയച്ചാർ, നാരങ്ങയച്ചാർ, പുളിഞ്ചിക്കയച്ചാർ, ചമ്മന്തി, ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വാട്ടിയ ഇലയിൽ അങ്ങ് പൊതിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെച്ചു. എന്നിട്ട് 3-4 മണിക്കൂർ എന്തായാലും അത് വെയിറ്റ് ചെയ്ത് ആ ഇലയിൽ ആ ചോറൊക്കെ ഇരുന്ന് നല്ല മണമൊക്കെ ഇറങ്ങിയ ശേഷമാണ് കഴിച്ചത് കേട്ടോ. ഇന്നിവിടെ എല്ലാവർക്കും പൊതിച്ചോറായതുകൊണ്ട് തന്നെ ബാലമോൾക്ക് ഒരു കുഞ്ഞു പൊതിച്ചോറ് റെഡിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അതിരുന്ന് വാരി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീയേട്ടൻ വന്നിട്ട് പൊതിച്ചോറ് അങ്ങോട്ട് തുറന്നെടുത്തപ്പോഴത്തേക്ക് ഇലയുടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഒരു കുഞ്ഞനില വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം പൊതി തുറന്നപ്പോൾ നല്ല മണമായിരുന്നു. പിന്നെ ഈ ബീഫിൻ്റെ മണമൊക്കെ കണ്ട് കൊതിവിട്ടിരിക്കാന്നല്ലാതെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. റെഡ് മീറ്റ് അലർജി ആയതുകൊണ്ട്. അപ്പം നല്ല കിട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ മുഖമൊന്നും കാണിക്കരുതെന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അങ്ങനെ എന്തായാലും ഒരു ഉരുള ഉരുട്ടി കഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ചടപടയെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊതിച്ചോറ് ഞാൻ പൊതി തുറന്ന് കഴിച്ചോട്ടോ. എനിക്ക് ബീഫൊന്നും ഇല്ല, പകരം വാളമീൻ വറുത്തത്, തലേ ദിവസത്തെ വാളമീൻ വറുത്തതായിരുന്നു. പിന്നെ ഒരു മത്തി വറുത്തത്, ഇന്നുണ്ടാക്കി മത്തി വറുത്തതുമായിരുന്നു. അപ്പോൾ ആ 2 മീൻ വറുത്തതും കൂട്ടി ഞാനും പൊതിച്ചോറങ്ങ് കഴിച്ചോട്ടോ. വല്ലപ്പോഴും കൂടിയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ പൊതിച്ചോറുണ്ടായി കഴിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ അതിന്. അങ്ങനെ എല്ലാവരും ഒന്ന് പൊതിച്ചോറൊക്കെ അടിപൊളിയായിട്ടും കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.